കേരള കോൺഗ്രസിൻ്റെ ഈറ്റില്ലം എന്ന് പറയാൻ സാധിക്കുന്ന ഇടമാണ് പാല. അതും കേരള കോൺഗ്രസ് എമ്മിൻ്റെ. മാണിസാറിൻ്റെ പാലയിൽ കേരള കോൺഗ്രസ് എം അങ്ങനെ തലയുയർത്തി തന്നെ നിൽക്കുകയാണ്. പക്ഷേ പാലാ നഗരസഭയിൽ ഇപ്പോൾ നടക്കുന്നത് വലിയ പോരാട്ടമാണ്. കേരള കോൺഗ്രസ് എമ്മും ഇടതുപക്ഷവും തമ്മിലുള്ള കടുത്ത പോരാട്ടം. CPM-ഉം കേരള കോൺഗ്രസ് എമ്മും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി രണ്ട് ശരീരവും ഒറ്റ മനസ്സുമായി മാറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ കല്ലുകടികളൊക്കെ അവർക്കിടയിൽ സഹജമായി ഉയരുന്നുണ്ട്. ആകെയുള്ള രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകുമോ ഇല്ല CPI-ക്ക് നൽകുമോ എന്ന കടുത്ത ഒരു സമ്മർദ്ദവും പോരാട്ടവും ഒക്കെ LDF-നുള്ളിൽ ഈ ഘടകകക്ഷിയുമായി CPM-ന് ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലാ നഗരസഭയിൽ, അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജന്മഭൂമിയിൽ CPM-ഉം കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാലാ നഗരസഭയിലെ നേതാവായ ജോസ് ചീരാക്കുഴിയുടെ എയർപോർട്ട് ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ നേതാവായ ബിജു പുളിക്കകണം മോഷ്ടിച്ചു എന്നാണ് പരാതി. ഒക്ടോബർ മാസത്തിൽ മോഷ്ടിച്ച എയർപോർട്ടിനെ സംബന്ധിച്ച് തർക്കങ്ങൾ കാര്യമായി തന്നെ പാലാ നഗരസഭയിൽ ഉയർന്നിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ കേരള കോൺഗ്രസ് എം തന്നെ ആ ചർച്ചയെ ഒന്ന് ശമിപ്പിച്ചു. പരാതിയിൽ നിന്ന് ഒരു പടി പിന്നിലേക്ക് നിന്നു. ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സജ്ജമായ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയി. ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. എന്നാൽ ഒക്ടോബറിൽ കൊടുത്ത എയർപോർട്ടിനെ സംബന്ധിച്ച പരാതിയിൽ ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി വീണ്ടും കേരള കോൺഗ്രസ് എം സടകുടഞ്ഞ് എഴുന്നേറ്റു. തങ്ങളുടെ പാർട്ടി നേതാവിന്റെ എയർപോർട്ട് മോഷ്ടിച്ചത് CPM-ന്റെ നേതാവാണ് എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാദേശിക തലത്തിൽ പാലയിൽ ഇപ്പോൾ രണ്ട് തട്ടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മും ഇടതുപക്ഷവും. തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു കേരള കോൺഗ്രസ് തങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും വീണ്ടും ഉയർത്തിയെടുക്കുവാൻ. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തമായ പോരാട്ടം ഇപ്പോഴും പാലായിൽ ഉയരുകയാണ്. നിയമപരമായ ഒരു പോരാട്ടത്തിനും തയ്യാറെടുക്കുകയാണ് കേരള കോൺഗ്രസ് എം. അടിയുറച്ച് വിശ്വസിക്കുകയാണ് CPM-ന്റെ നേതാവായ ബിജു പുളിക്കകണം തന്നെയാണ് തങ്ങളുടെ നേതാവിൻ്റെ എയർപോർട്ട് മോഷ്ടിച്ചതെന്ന്. നഷ്ടപ്പെട്ടു പോയ എയർപോർട്ട് UK മാഞ്ചസ്റ്ററിൽ ഉള്ളതായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കന്മാർ കണ്ടെത്തിയിരുന്നു. എയർപോർട്ട് നഷ്ടമായത് നഗരസഭയിൽ ചർച്ചയാക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ്. ചർച്ചയായതോടുകൂടി അത് രാഷ്ട്രീയ പോരിലേക്ക് വഴിതിരിയുകയായിരുന്നു. രണ്ട് ശരീരവും ഒറ്റ മനസ്സുമായി നിന്നിരുന്ന കേരള കോൺഗ്രസ് എമ്മും CPM-ഉം നഗരസഭയിലെ തങ്ങളുടെ നേതാവിൻ്റെ എയർപോർട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ട് ചേരിയിലാണ്. കേവലം എയർപോർട്ടല്ല ഇപ്പോൾ അവിടുത്തെ പ്രശ്നം. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒറ്റക്കെട്ടായി നിന്നിരുന്ന കേരള കോൺഗ്രസ് എമ്മും CPM-ഉം രണ്ട് തട്ടിലായി എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും പാലയിലായതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാവുകയും കേരള രാഷ്ട്രീയത്തിലെ CPM-ൻ്റെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും ബന്ധത്തിൽ പ്രതിഫലിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിലവിൽ പോലീസ് സ്റ്റേഷനിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന എയർപോർട്ട് കിട്ടിയെങ്കിലും ആരാണ് കൊണ്ടുവന്ന് തന്നത് എന്ന് പോലീസ് വെളിപ്പെടുത്തുന്നില്ല. UK മാഞ്ചസ്റ്ററിലുള്ള ഒരു വിദേശി വനിതയാണ് കൊണ്ടുതന്നതെന്ന് ചിലർ പുറത്ത് പറയുന്നുമുണ്ട്. പക്ഷേ നിയമപരമായുള്ള നടപടിയിൽ യാതൊരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല കേരള കോൺഗ്രസ് എം. പാലയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തനിക്കെതിരെയുള്ള FIR ഒഴിവാക്കി തരണമെന്ന് CPM നേതാവും കോടതിക്ക് മുമ്പിൽ ഹർജിയും സമർപ്പിച്ചു. വിഷയം കേവലം ഒരു എയർപോർട്ട് ആണെങ്കിലും ആ എയർപോർട്ടിനേക്കാൾ അപ്പുറത്തേക്ക് അവിടെ വലിയൊരു രാഷ്ട്രീയ ബന്ധമാണ് വിള്ളലിലൂടെ രണ്ട് തട്ടിലായി മാറിയിരിക്കുന്നത്. പാലായിൽ കേരള കോൺഗ്രസ് എമ്മും CPM-ഉം ഇപ്പോൾ രണ്ട് തട്ടിലാണെന്ന് സാരം. അത് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയ്ക്ക് വിധേയപ്പെട്ടാൽ വെറും ചായക്കുള്ളിലെ കൊടുങ്കാറ്റായി അത് ഒതുങ്ങില്ല. ഒരു വൻ കൊടുങ്കാറ്റിലേക്ക് മാറാനുള്ള സാധ്യതയും ഏറെയാണ്. കാരണം നടന്നത് പാലായിലാണ്. നടന്നത് കേരള കോൺഗ്രസ് എമ്മും CPM-ഉം തമ്മിലാണ്.